സാംസങ്ങിന്റെ സാംസങ് S25 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ S25 Plus 6.5 Quad HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം S25 ഫുൾ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. എന്നാൽ പ്ലസിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ S24 ഇതുപോലെ Quad HD റെസൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് 2600 നിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. Quad HD റെസൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.3 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ആണ്. പിന്നെ ആർമർ അലൂമിനിയം ഫ്രെയിം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ നാവി, സിൽവർ ഷാഡോ, ഐസി ബ്ലൂ, പിന്നെ മിന്റ്, ബ്ലൂ, ബ്ലാക്ക്, കോറൽ റെഡ്, പിങ്ക് ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ഒക്കെയാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ S24 എക്സിനോസിന്റെ പ്രോസസർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇക്കൊല്ലം അങ്ങനെയല്ല. അപ്പം S25 തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ കിട്ടുന്നുണ്ട്. അപ്പം പ്രോസസറിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലും ആണ് വരുന്നത്. 12 GB റാമും 512 GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. NFC സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 7 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വളരെ കൂടുതൽ കാലത്തേക്കുള്ള OS അപ്ഡേറ്റ് ഇതിൽ ലഭിക്കും. നല്ലൊരു കാര്യമാണ്. പിന്നെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 12 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 10 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇതിൽ OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടില് 12 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ S24 ഏകദേശം ഇതുപോലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം പ്രോസസറിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ S സീരീസിൽ പൊതുവെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. ബാറ്ററിയുടെ കാര്യത്തിൽ 4900 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ S24 ഇതുപോലുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 99,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 1,11,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല പ്രോസസറും ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇപ്പോഴത്തതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം S25 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ സൈസും ഡിസ്പ്ലേ റെസൊല്യൂഷനും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം S25 ഒരു കാര്യം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി വേണം, കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസ് വേണമെന്നുണ്ടെങ്കിൽ S25 പകരം ഈ ഒരു S25 നോക്കാവുന്നതാണ് 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. അത്യാവശ്യം വിലയും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.